ഹലോ ഗായ്സ്, അപ്പം അതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഞാനാണെങ്കിൽ ഇന്ന് ട്രെയിൻ വളത്തിലോട്ട് വന്നപ്പോൾ ട്രെയിനാണെങ്കിൽ പാഞ്ഞു ഓടിച്ചാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസ് വണ്ടിയും ചോരയും കൂടി ഇവിടെ കാണുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല, ചോരയില്ല, പക്ഷെ ഒരു പോലീസ് വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അതായത് ഈ പോലീസ് വണ്ടി ട്രാക്കിൻ്റെ അടുത്താണ് കിടക്കുന്നത്. അതും ഒരുപാട് കുഴിഞ്ഞിട്ടാണ്, ബാക്കി നമുക്ക് കാണത്തില്ല. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ അടിയിൽ കൂടെ പോകണം. എൻ്റെ കയ്യിലൊരു ഡ്രോൺ ഉണ്ട്, അതിൻ്റെ നമുക്ക് RGS ടൂൾ വഴി അതിനെ നമുക്ക് ഇങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഡ്രോൺ വിളിച്ചാൽ നമ്മുടെ ഡ്രോൺ വരും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡ്രോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നോക്കുകയാണെങ്കിൽ ഒരുമാതിരി മറ്റേ ടൈറ്റാനിക്കൊക്കെ മുങ്ങിയ പോലുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു സാധാരണ വണ്ടി ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം, അതായത് സ്റ്റോപ്പ് ചെയ്ത പോലെ. പക്ഷെ മുകളിലോട്ട് പോയി കഴിഞ്ഞാലോ, ഇപ്പോൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതും ഒരുമാതിരി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണുന്നത് ഏകദേശം വണ്ടി എന്തോ പറ്റി. ഇതിനകത്തൊന്നും ആരുമില്ല. ബാക്ക് സീറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തോ ഇരിപ്പുണ്ടല്ലോ. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അടിയിലൊന്നുമില്ല. അപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഓർത്തിരിക്കുമായിരുന്നു. ഈ വണ്ടി കയറാൻ പോലും പറ്റുന്നില്ല, കാരണം അത്രയ്ക്കും അടിയിലാണ് ഈ വണ്ടി കിടക്കുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിൽ കയറാൻ ഇതുപോലെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയാണെങ്കിൽ ആ റോഡിൽ കിടക്കണം, നമുക്ക് പോയി എടുത്തിട്ട് വരാം. കേസ്, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ആ വണ്ടി ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് ഇത് അറിയിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. നേരത്തെ ഞാനൊരു നോക്കിയപ്പോൾ വേറൊരു വണ്ടിയും കൂടെ അവിടെ താഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ആരൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം നല്ല സമയമൊക്കെ എടുക്കും. കാരണം എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഇച്ചിരി ദൂരമാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ ആ വണ്ടി എന്താ പറ്റിയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. എവിടെയാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് കയറാം. എന്താണ് സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തോ വലിയ പ്രശ്നമാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ ആരും ഇല്ലല്ലോ, അതെന്താ? പൈസ നമുക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട് പോലീസുകാരോട് സംസാരിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളോട് പോലീസിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ മരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതെന്തെങ്കിലും സംഭവമാണെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല, ഇതുവരെ പിടികിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ടൊന്ന് ന്യൂസ് പോയി കണ്ടു നോക്കണം. അപ്പോൾ നമുക്കൊന്ന് ന്യൂസ് പോയി കണ്ടിട്ട് വരാം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇന്നലാണെങ്കിൽ സോംബിയാണെങ്കിൽ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്ന സമയത്ത് റെയിൽവേ ട്രാക്കിലോട്ട് ഇച്ചിരി പോലീസുകാർ വന്നിരുന്നു. അവരെ എല്ലാം കൊന്നു തള്ളി ഈ സോംബിയാണോന്ന് അറിയത്തില്ല, അതെന്തോ രോഗമാണോന്നും അറിയത്തില്ല. ഇയാളെ കണ്ടാൽ ശരിക്കും സോംബിനെ പോലാണ് തോന്നുന്നത്.